ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോൾ എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വേർബ്സ് ആണ്. ഫ്രേസൽ വേർബ്സ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫോൾ എന്ന് പറയുന്ന പദത്തിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു വാക്ക് ചേർത്ത് വരുമ്പോഴേക്കും നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു വാക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന പല പല രീതിയിലുള്ള വാക്കുകളും അത് സെന്റൻസുകളിൽ ഏത് രീതിയിൽ ഉപയോഗിക്കാമെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് റെഡി ആയിരിക്കുക. ഏറ്റവും ആദ്യത്തെ ഫ്രേസൽ വെർബാണ് ഫോൾ എബൌട്ട്. ഫോൾ എബൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ നോക്കുന്നു, നമുക്ക് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ചിരി വരുന്നു, പക്ഷെ ആ ചിരി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഫോൾ എബൌട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫോൾ എബൌട്ട് സെന്റൻസുകളിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. സാറ ലുക്ഡ് സോ ഫണ്ണി ദാറ്റ് എവരിബഡി ഫോൾ എബൌട്ട് ലാഫിംഗ്. സാറ ലുക്ഡ് സോ ഫണ്ണി ദാറ്റ് എവരിബഡി ഫോൾ എബൌട്ട് ലാഫിംഗ്. അപ്പൊ സാറയെ കാണുമ്പോഴേക്കും ഭയങ്കര ഫണ്ണി ആയിട്ട്, ഭയങ്കര ഹാസ്യ രൂപത്തിൽ തോന്നുന്നു അല്ലെ, കോമാളിയെ പോലെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചിരിക്കാനായിട്ട് തുടങ്ങി. അവര് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അതാണ് സാറ ലുക്ഡ് സോ ഫണി ദാറ്റ് എവരിബഡി ഫോൾ എബൌട്ട് ലാഫിംഗ്. ഐ ട്രൈഡ് നോട്ട് ടു ഫോൾ എബൌട്ട് ഹെർ അപ്പിയറൻസ് എന്ന് പറഞ്ഞാല് ഞാൻ അവളെ കണ്ടിട്ട് ചിരി വന്നെങ്കിലും ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരാതിരിക്കാൻ ഞാൻ പരിശ്രമിച്ചു. ഞാൻ അവളെ കണ്ട് ഈ ചിരി വന്നെങ്കിലും ചിരി അങ്ങോട്ട് വന്ന് പൊട്ടി ചിരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വിഷമവും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനെ നിയന്ത്രിച്ചു. ഐ ട്രൈഡ് നോട്ട് ടു ഫോൾ അബൌട്ട് ഹെർ അപ്പിയറൻസ്. അടുത്ത ഒരു എക്സ്പ്രഷനാണ് ഫോൾ ബാക്ക് ഓൺ. ഫോൾ ബാക്ക് ഓൺ എന്ന് വെച്ചാല് ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട്, ഞാനത് ഒന്നിനും ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ എനിക്കത് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നു, അപ്പൊ ഞാനത് എടുക്കുന്നു. അതായത് പിന്നെ എനിക്ക് വേറൊരു സോഴ്സും ഇല്ല, അതേ ഉള്ളാകെ ആശ്രയം. അങ്ങനെ വരുമ്പോഴാണ് ഫോൾ ബാക്ക് ഓൺ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫോൾ ബാക്ക് ഓൺ എന്ന ആ ഒരു എക്സ്പ്രഷൻ സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിക്കാം. വെൻ ഹി ലോസ്റ്റ് ഹിസ് ജോബ് ഹി ഫെൽ ബാക്ക് ഓൺ ഹിസ് സേവിങ്സ്. വെൻ ഹി ലോസ്റ്റ് ഹിസ് ജോബ്, അവന്റെ ജോലി അവന് നഷ്ടപ്പെട്ടപ്പോൾ, ഹി ഫെൽ ബാക്ക് ഓൺ ഹിസ് സേവിങ്സ്, അവൻ അവന്റെ സേവിങ്സ് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അതുവരെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാത്തത് കൊണ്ട് അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതാണ് ഫോൾ ബാക്ക് ഓൺ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫൈൻഡിങ് നോ അതർ വേ ഐ ഫെൽ ബാക്ക് ഓൺ മൈ സേവിങ്സ് ടു ഹെൽപ്പ് ഹെർ. ഫൈൻഡിങ് നോ അതർ വേ, ഒരു വഴിയും കാണാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ സേവിങ്സ് എടുത്ത് അവളെ സഹായിച്ചു. ഫൈൻഡിങ് നോ അതർ വേ ഐ ഫെൽ ബാക്ക് ഓൺ മൈ സേവിങ്സ് ടു ഹെൽപ്പ് ഹെർ. ഫോൾ ഡൗൺ, ടു ഫെയിൽ, അതായത് പരാജയപ്പെടുക, എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുക എന്നതാണ് ഇവിടെ ഫോൾ ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോൾ ഡൗൺ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഹി ഈസ് വെരി ഗുഡ് അറ്റ് റീഡിങ് but he falls down in speaking. He is very good at reading. അവൻ നന്നായിട്ട് വായിക്കാൻ അറിയാം, പക്ഷേ സംസാരിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോകും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. He is very good at reading but falls down in speaking. Rema enjoys every meal but she falls down when she cooks them. Rema enjoys every meal but she falls down when she cooks them. അതായത് രമ എല്ലാ ഭക്ഷണവും ആസ്വദിച്ചാണ് കഴിക്കുന്നത്, പക്ഷെ രമ ആ സെയിം ഫുഡ് തന്നെ കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു എക്സ്പ്രഷനാണ് ഫോൾ ഇൻ വിത്ത്. ഫോൾ ഇൻ വിത്ത് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ടു എഗ്രി വിത്ത് സംതിങ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ എഗ്രി ചെയ്യുക അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒരു കാര്യത്തിനെ അംഗീകരിക്കുകയും അതിനോട് യോജിക്കുകയും ചെയ്യുമ്പോഴേക്കുമാണ് നമ്മൾ ഈ ഫോൾ ഇൻ വിത്ത് എന്ന പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഫോൾ ഇൻ വിത്ത് ഉപയോഗിച്ചിട്ടുള്ള
സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഹി ഈസ് വില്ലിംഗ് ടു ഫോൾ ഇൻ വിത്ത് വാട്ട് എവർ ദേ ഡിസൈഡ്. ഹി ഈസ് വില്ലിംഗ് ടു ഫോൾ ഇൻ വിത്ത് വാട്ട് എവർ ദേ ഡിസൈഡ്. അവരെന്ത് തീരുമാനിക്കുന്നുവോ അതിനോട് അവൻ അതിനെ അംഗീകരിക്കുകയും അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. അതിനുള്ള മനസ്സ് അവനുണ്ട് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ടോം fell in with what his wife said about the marriage of their daughter. Tom fell in with what his wife said about the marriage of their daughter. എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യ മകളുടെ വിവാഹത്തെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അതിനോട് അദ്ദേഹം ടോം പൂർണ്ണമായിട്ട് യോജിച്ചു അല്ലെങ്കിൽ അത് അംഗീകരിച്ചു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഫോൾ ഔട്ട്. ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ക്വാറൽ വിത്ത് സംതിങ് ഓർ സംബഡി, അതായത് ആരുടെയെങ്കിലും വഴക്കടിക്കുക, അതാണ് ടു ക്വാറൽ എന്നാണ് ഫോൾ ഔട്ട് എന്ന എക്സ്പ്രഷന്റെ അർത്ഥം. അപ്പൊ ഈ ഫോൾ ഔട്ട് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. The newly married couple always fall out because of money. The newly married couple always fall out because of money. അതായത് പണം എന്ന് പറയുന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഈ നവദമ്പതികൾ എപ്പോഴും വഴക്കടിക്കുന്നു. ഇതാണ് ദേ quarrel, എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. The newly married couple always fall out because of money. എന്നോട് വഴക്കടിക്കാൻ വരണ്ട, അതെങ്ങനെ പറയാം നമ്മള്? Don't come to fall out with me. Don't come to fall out with me. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഫോൾ ത്രൂ. ഫോൾ ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം വിചാരിച്ചു പക്ഷെ അത് നടക്കാതിരിക്കുന്നു. ഒരു കാര്യം നടക്കാതിരിക്കുന്നതിനെയാണ് ഫോൾ ത്രൂ എന്ന എക്സ്പ്രഷനിലൂടെ അർത്ഥമാക്കുന്നത്. ഫോൾ ത്രൂ എന്ന ഈ ഫ്രേസ് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Our plan for weekend trip fell through because of an urgent matter. ഒരു പ്രത്യേക കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം അർജന്റ് ആയിട്ടുള്ള, അതായത് ഒരു പെട്ടെന്ന് വന്ന ഒരു അത്യാവശ്യം കൊണ്ട് ഞങ്ങളുടെ വീക്കെൻഡ് ട്രിപ്പ് പരാജയപ്പെട്ടു, അതായത് അത് നടത്താനായിട്ട് സാധിച്ചില്ല. Our plan for weekend trip fell through because of an urgent matter. അടുത്തൊരു സെന്റൻസ് നോക്കാം. The desire for saving money fell through because of a necessity. ഒരു ആവശ്യം വന്നപ്പോഴേക്കും പൈസ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹം പരാജയപ്പെട്ടു. The desire for saving money fell through because of an urgent need. ഏറ്റവും ലാസ്റ്റ് വരുന്ന എക്സ്പ്രഷൻ ആണ് fall over. അതായത് ആരെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ നമ്മൾ തട്ടി വീഴുക, ആ തട്ടി വീഴുന്നതിനെയാണ് ഇവിടെ പറയുന്നത് fall over. Okay, fall over. He fell over the fence in the dark last night. അതായത് ഇന്നലെ രാത്രി, കഴിഞ്ഞ രാത്രി ഇരുട്ടത്ത് അവൻ വേലിയിൽ തട്ടി വീണു. അതാണ് fell over the fence in the dark last night. തട്ടി വീഴാതെ സൂക്ഷിക്കുക, അങ്ങനെ പറയും. Be careful not to fall over. Be careful not to fall over. നമ്മൾ ഫോൾ വെച്ചുള്ള ഫ്രേസൽ വെർബ്സ് ആണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ 7 ഫ്രേസൽ വെർബുകളാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങളുടെ സംസാരത്തിലെല്ലാം ഈ ഫ്രേസൽ വെർബുകൾ കൂടുതലായി ഉൾപ്പെടുത്തുക. അപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.